ഹായ്, ഞാനേ കഴിഞ്ഞ ദിവസം തൊട്ട് ലോങ് വീഡിയോ ഉണ്ടല്ലോ, 3, 2, 5 ഇത്രയും സാധനം അടുക്കളയിൽ സൂക്ഷിക്കുന്ന കാര്യം. അപ്പൊ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരുപാട് പേര് വന്നിട്ടൊരു സംശയം ചോദിച്ചിരുന്നു. അതിനൊക്കെ കൂടെയുള്ള മറുപടിയും കൂടിയാണ് ഇന്ന്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എനിക്ക് അതിന് മറുപടി തരാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകതയും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു 7 നാളുകാര് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്നും നാളെയും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ പേര് ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്ക് വിറകടുപ്പില്ലല്ലോ, അടുപ്പിന്റെ മൂട്ടിൽ ഇത് വെക്കാനെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നുകൂടെ പിറപ്പുങ്ങളെ, ഇപ്പോഴാരുടെ വീട്ടിലാണ് ഈ വിറകടുപ്പുള്ളത്? ഓരോരുത്തരുടെയും വീട്ടില് വിറകടുപ്പില്ല. അപൂർവമായിട്ട് വല്ല ഇടുക്കിയിലോ വയനാടോ മലപ്പുറമോ അങ്ങനെയൊക്കെ ഉള്ള ഇച്ചിരി ഉള്ളേരിയയിലിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ വിറകടുപ്പ് ഉണ്ടാകുള്ളൂ. അപ്പം ഏതാണേലും, ഇപ്പം ഗ്യാസ് അടുപ്പാണേലും അല്ലാത്ത മറ്റേ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ, ആ അടുപ്പാണേലും ഏതടുപ്പാണേലും അടുപ്പ് തന്നെയാണ്. അതിൻ്റെ അടുത്ത് വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചു, വൈകിട്ട് ഈ ഒരു ശകലം ചോറും വെള്ളം കൂടെ കലത്തിൽ ഒഴിച്ചിട്ടിട്ടുണ്ട്, അത് രാവിലെ എടുത്ത് കളയണോ, ഉപയോഗിക്കാൻ പറ്റുമോന്ന്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ നല്ല കുറഞ്ഞത് ഒരു 10-20 വർഷം മുമ്പ് വരെയും പഴങ്കഞ്ഞി ഇല്ലാത്ത ഒരു വീടും ഇല്ലായിരുന്നു. തലേ ദിവസം വൈകിട്ടുണ്ടല്ലോ ചോറിടുമ്പം കുറച്ച് അരി കൂട്ടിയിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാന്നറിയാമോ, പിറ്റേ ദിവസം രാവിലെ ഈ പഴങ്കഞ്ഞിക്കകത്തോട്ടുണ്ടല്ലോ നല്ല കട്ട തൈര് ഒഴിച്ച്, മാമ്പഴം ഉള്ള കാലത്താണ് ഇങ്ങനെ ഒരു മാമ്പഴമൊക്കെ പിഴിഞ്ഞ് 2 കാന്താരി മുളകും കൂടെയൊക്കെ ഉടച്ച് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത്, എല്ലാ വീട്ടിലും. അതല്ല എങ്കിൽ ചുമ്മാ പഴങ്കഞ്ഞിയാണേലും കുടിക്കുമായിരുന്നു. അതൊക്കെയാണായിരുന്നു അന്നത്തെ ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ. അന്നൊന്നും ഇതുപോലുള്ള രോഗങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അല്ലേ കപ്പയുടെ കാലമായി കഴിഞ്ഞാൽ കപ്പ, ചക്ക ഇതൊക്കെയാ ഞങ്ങളുടെ ചെറുപ്പത്തിൽ. ഇപ്പോഴല്ലേ ഈ പലഹാരങ്ങളൊക്കെ ആയത്. അതുകൊണ്ട് ഈ പഴങ്കഞ്ഞി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലേല് കുടിച്ചാൽ ഏറ്റവും നല്ലതാ കേട്ടോ. പിന്നെ ഒരു കൂട്ടർ വന്നു വെച്ചിട്ട് ചോദിച്ചു, രാത്രി ആയിക്കഴിഞ്ഞാൽ അടിച്ചു വാരാനോ തൂത്തു വാരാനോ തേച്ചു മഴക്കാനോ തുടയ്ക്കാനോ ഒന്നും പറ്റത്തില്ലെന്ന്. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ആരും ആയിക്കോട്ടെ, മരണത്തിന് ചെറുപ്പം വലിപ്പവും ഇല്ല. നമ്മുടെ വീട്ടിൽ രാത്രിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നമ്മുടെ അയൽവക്കംകാരെല്ലാം ഒന്ന് ഓടി വന്നു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കണേ, നമ്മുടെ അടുക്കളോട്ട് കയറുമ്പോൾ ഈ തിന്ന എച്ചിപ്പാത്രവും ഇതെല്ലാം കൂടെ കൂടി കുഴഞ്ഞു കിടന്ന് ഒരു മനുഷ്യന് ഒരു വെള്ളം തിളപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ അടുക്കള എപ്പോഴും ശുദ്ധമായിട്ട്, അതായത് ശുദ്ധ വൃത്തിയോടെ ഐശ്വര്യമായിട്ട് വേണം ഇടാനായിട്ട് എന്നും പറഞ്ഞാൽ അടിച്ചു വാരി മുറ്റത്ത് കളയരുത്. ഒന്നെങ്കിൽ അടിച്ചു വാരി അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയിലോട്ട് ഒതുക്കി വെക്കുക, അതല്ലെങ്കിൽ അടിച്ചു വാരി ഒരു പേപ്പറിലും മാറ്റി വെച്ചിട്ട് മടക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ കൊണ്ട് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് സന്ധ്യമുറ്റം അടിക്കുന്ന കാര്യം. സന്ധ്യമുറ്റം എന്ന് പറഞ്ഞാൽ 4 വശവും ഒന്നിച്ച് അടിക്കത്തില്ല ആരും, ഏതെങ്കിലും ഒരു ഭാഗം ഒഴിവാക്കിയിട്ടേക്കുക. അതായത് വടക്ക് വശം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അടിച്ച് കൂട്ടി വെക്കണം. വാരിക്കൊണ്ടൊന്ന് ദൂരെ കളയരുത്. പിറ്റേ ദിവസം രാവിലെ അടിക്കുമ്പോഴാണ് ഇതെല്ലാം കൂടി അടിച്ചു കൂട്ടി നമ്മൾ വാരി ദൂരെ കൊണ്ട് കളയുകയോ അല്ലെ കത്തിച്ച് കളയുകയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായല്ലോ. അപ്പം പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാവേ. ഞാൻ ഈ വീഡിയോ ഒരു 2 ദിവസം മുമ്പെങ്കിലും ഇടണമെന്ന് ഓർത്തപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ അമ്മച്ചി സുഖമില്ലാതെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോഴത്തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും അമ്മച്ചിക്ക് വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനും വേണ്ടി വന്നപ്പോഴാണ്. അപ്പൊ ഈ വീഡിയോ ഇട്ടേച്ചിട്ട് പോകാനായിട്ട് കൊച്ചു പറഞ്ഞത് കൊണ്ടാകട്ടോ. നിങ്ങളുടെ അടുക്കൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ വീഡിയോ ഇടാവെന്ന്. എന്താന്ന് ചോദിച്ചാൽ, നാളെ വാവാണ്, കറുത്ത വാവ്. പിതൃക്കൾക്കൊക്കെ നമ്മൾ ബലിയിടുകയും ഇന്ന് ഒരു നേരം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞക്കർക്കിടകം എന്നൊക്കെയാണ് പറയുന്നത്. കർക്കിടകത്തിൽ ഒരു ശുഭകാര്യം ചെയ്യാൻ കൊള്ളില്ല. അതായത് കല്യാണം ആരും വെക്കത്തില്ല, ഒരു കയറിത്താമസം അതായത് ഹൗസ് വാമിങ് നടത്തത്തില്ല, ഒരു കൊച്ചുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 28 കെട്ടത്തില്ല, ഒരു നല്ല കാര്യം ചെയ്യത്തില്ല. പക്ഷേങ്കിൽ വ്യക്തി മരിച്ചാൽ അവരുടെ മരണാന്തര ചടങ്ങുകളും അവരുടേതായ ചടങ്ങുകളെല്ലാം നമ്മൾ ചെയ്യും. അവരുടെ അടിയന്തരം വെക്കും, സഞ്ചയനം വെക്കും, ഇതൊന്നും നമ്മൾ മാറ്റി വെക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കർക്കിടകത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സാധനം നമുക്ക് കുഴിച്ചു പോലും വെക്കാൻ കൊള്ളത്തില്ല ഈ കർക്കിടകത്തിൽ. പിന്നെ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഈ വാവാണ് നമുക്ക്
പ്രതിക്കൾ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ ഒരു നേരം നിന്നിട്ട് പിറ്റേന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അമ്പലത്തിൽ പോയി ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബലിയിടും. അതൊക്കെ ഇന്ന് ഒരു നേരം നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പം ഒരു 7 നാളുകാർക്ക് ദോഷമുള്ള നാളുകാരുണ്ട്. അവരൊരുപാട് ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നല്ല കാര്യങ്ങൾ, അതായത് കുറച്ച് നാളുകാർക്ക് ഭാഗ്യം വരുന്നു, അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം ചെയ്തു തരാം. കാരണം ഇതാണ് ഇപ്പൊ അർജന്റായിട്ടും ചെയ്യേണ്ടത്. 7 നാളെന്ന് പറയുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത്തം, ഉത്രം, പൂരം, പൂരൂരട്ടാതി, അവിട്ടം, ഉത്രട്ടാതി, മകയിരം, ഇത്രയും നാളുകാരാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. വാവ് കഴിഞ്ഞാലും 7 ദിവസം കൂടെ അവർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. ഒരു വണ്ടി ഓടിക്കുമ്പം, വാഹനം ഓടിക്കുമ്പം പ്രത്യേകിച്ചും ശ്രദ്ധിച്ചോണം. പരമാവധി നമ്മൾ ഈ വാവ് കഴിഞ്ഞ ഒരു 7 ദിവസം കൂടെ വാഹനം ഓടിക്കാനോ മറ്റ് അപകടങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോകാനോ ഒന്നും ഇടയാകരുത്. ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പോകണ്ട എന്ന് വെച്ചിരുന്നാലും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ല നമ്മുടെ കുടുംബക്കാരിക്കും, വാ നമുക്കൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് വളരെയധികം നിർബന്ധിക്കും. നമ്മൾ പരമാവധി ഒഴിവാകുക. പരമാവധി അല്ല, നമ്മൾ പോകുന്നില്ല എന്ന് ആദ്യമേ നമ്മുടെ വായിന്ന് പറഞ്ഞു, എടോ ഞാൻ വരുന്നില്ല സുഹൃത്തെ എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ആ വഴിക്ക് പോകാൻ നിൽക്കരുത്. പിന്നെ പോയാൽ നമ്മൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. അതുപോലെ ഒഴുക്കുള്ള വെള്ളത്തിൽ, പുഴയിലായിക്കോട്ടെ ആറ്റിലായിക്കോട്ടെ, നമ്മൾ കുളിക്കാനായിട്ട് മുങ്ങി കുളിക്കാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം, സന്ധ്യ വിളക്ക്, ഇപ്പം നിലവിളക്ക് കത്തിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ സന്ധ്യക്ക് തിരി കത്തിക്കുന്നവരായിട്ട് എന്തും ആയിക്കോട്ടെ, ഒരു 6:15 ശേഷം നമ്മൾ ഈ 7 ദിവസം, നാളെയാണ് വാവ് തൊട്ട് 7 ദിവസം നമ്മൾ പരമാവധി ഒരു 6:15 ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും അടിപിടി കേസോ അല്ലെങ്കിൽ കുടുംബ വഴക്കോ ഒക്കെ ഉണ്ടാകുന്നിടത്തോട്ട് പരമാവധി നമ്മൾ പോകാതിരിക്കുക. നമ്മൾ ഏത് ദൈവത്തിനോടാണോ, ഭൂമിയിലാകപ്പാട് ഒരു ദൈവമേ ഉള്ളൂ, പലരും പല വിഭാഗമായിട്ട് തിരിച്ചേക്കുന്നതാണ്, സർവശക്തനായ ദൈവത്തോട് നമ്മളെ ആപത്ത് അപകടങ്ങളിൽ എല്ലാം വിടിവെക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ഹിന്ദുക്കളാണെങ്കിൽ ഈ നാളുകാര് ശിവക്ഷേത്രത്തിൽ പോയി ശിവന് പിൻവിളക്ക് കത്തിക്കുക, ഒരു മൃത്യുഞ്ജയ ഹോമവും കഴിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇത് ഇന്ന് തന്നെ കേട്ട് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് തന്നെ ചെയ്യുക, അല്ലെ നാളെ വാവിൻ്റെ അന്ന്. പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആചാരപ്രകാരം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. പള്ളിക്കാർക്കും മുസ്ലിങ്ങൾക്കൊന്നും അവര് നാളിലൊന്നും വിശ്വസിക്കുന്നവരില്ല. പക്ഷെ ഇപ്പം കുറേ ആൾക്കാര് എനിക്കറിയാം, ക്രിസ്ത്യൻസ് നാളെ രഹസ്യമായിട്ട് നോക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ആരും അതൊന്നും സമ്മതിച്ചിരുന്നില്ല. അവരും അതുപോലെ തന്നെ ഒരു വീട് പണിയുമ്പോഴും ഒക്കെ പോയി ജ്യോത്സ്യന്മാരെ നോക്കുന്നവരാ. പുറമേ പറയും ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമില്ലെന്ന്. പക്ഷെങ്കിൽ രഹസ്യമായിട്ട് നമ്മുടെ പരിചയക്കാരും നമ്മൾ അറിയുന്നവരും ഒന്നുമില്ലാത്തടത്ത് പോയി ഇതൊക്കെ നോക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വളരെയധികം കരുതലോടെ ഇരിക്കുക. പിന്നെ എല്ലാ നാളുകാർക്കും, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 7 നാളുകാർക്കും ഈ ലോകത്ത് ഒരുപാട് പേർക്ക് ഈ നാളുകളുണ്ടല്ലേ, എല്ലാവർക്കും കൂട്ടത്തോടെ അപകടം വരുമെന്നും അല്ല പറഞ്ഞത്. ചിലരുടെ ജനന സമയത്തിന് ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വ്യത്യാസം കാണും. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഞാനായിട്ട് നോക്കിയിട്ട് പറയുന്നതല്ല. ഇത് ഞാൻ ചേട്ടായിയുടെ അടുക്കൽ ചോദിച്ച് ചേട്ടായി എൻ്റെ അടുക്കൽ പറഞ്ഞു, മോളെ നീ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു, എനിക്കിപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേട്ടായിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഇട്ടേക്കാം. കുറേ പേര് ചേട്ടായുടെ കോണ്ടാക്ട് നമ്പർ ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റയിൽ ചേട്ടായുടെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നോടൊപ്പം യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ.